ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അസ്സാം വലൈക്കും. സുഖമല്ല? എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞാനുള്ളത്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, മടവൂർ മുക്കിലാണ്. ഇവിടെ അജ്മൽ ബ്രോനെ കാണാനാണ് വന്നത്. അപ്പോൾ മൂപ്പരെയും കൂട്ടിയിട്ട് എന്നിട്ടൊന്ന് വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത ചിഞ്ചു ഉണ്ടല്ലോ, ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് വയറിങ്ങിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അജ്മൽ ബ്രോയും പിന്നെ അനിയന്മാരും ഒക്കെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇലക്ട്രിക്കും പ്ലംബിങ്ങും പിന്നെ ഇൻവേർട്ടർ ഫിറ്റിങ്ങും അങ്ങനെ എല്ലാ ജോലികളും ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ കിട്ടിയത് നമ്മളെ ഭാഗ്യമാണ്. നമ്മളിങ്ങനെ വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിരുന്നല്ലോ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ. അത് കണ്ടിട്ട് രാവിലെയാണ് എന്നെ വിളിച്ചത്. നമുക്ക് രാത്രി അവിടെ പോയാലോ, ഞങ്ങളെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം, എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് അവർക്ക് ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അവരെയും കൂട്ടി രാത്രി തന്നെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വർക്ക് ചെയ്യാനല്ല പോകുന്നത്, അവിടെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ ഉള്ളതൊന്ന് സൈറ്റ് വിസിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ. രാത്രിയായി പോയെന്ന് വെച്ചാൽ പകൽ ഇവർക്ക് ജോലിയാണ്. അപ്പോൾ ഇവരുടെ വർക്ക് കഴിഞ്ഞിട്ട് തിരക്കുള്ള പണിക്കാരാണ് ഇവർ. ഒരു ജോലി കഴിയുമ്പോൾ തന്നെ അടുത്തത് വരും. അങ്ങനെ ബിസി ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു സമയം കൂടെ നോക്കിയിട്ട് പോകണമല്ലോ. ഏകദേശം ഒരു 9 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ, നാട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇവർ ശരിക്കും ഈ വീട് ഇതിൻ്റെ വയറിങ്ങൊക്കെ കണ്ടിട്ട് ഞെട്ടിയ അവസ്ഥയിലായിരുന്നു. കാരണം ഒന്നും പ്രോപ്പറായിട്ട് ഇവിടെ ഇല്ല. ഒരു സ്വിച്ച് ബോർഡ് പോലും എവിടെയും വെച്ചിട്ടില്ല. ജസ്റ്റ് കറണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. അല്ല, എക്സ്റ്റൻഷൻ ബോർഡൊക്കെ കുത്തിയിട്ടാണ് ഇവർ ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. ഒരു ബൾബ് ഹോൾഡർ പോലും ഇവിടെ ഇല്ല. അപ്പോൾ അത് ഓരോന്നായിട്ടും സെറ്റ് ചെയ്യണം. പിന്നെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊരു അഴിച്ചുപണി നടത്തണം. അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ട് അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കണം. അപ്പോൾ ഇവർ കറക്റ്റ് എല്ലാം എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബൾബൊക്കെ തൂക്കിയാണ്ടോ, ഒരു വയറിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയതാണ് കേട്ടോ. അപ്പോൾ അജ്മൽ ബ്രോയും അനിയന്മാരും കേട്ടോ, എല്ലാവരും കുടുംബക്കാരാണ് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ഇങ്ങനെ കുടുംബത്തിലെല്ലാവരും വയറിങ് ജോലി ഒക്കെ അല്ലേ, അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു ഇതല്ലേ. അപ്പോൾ ഇവിടെ എന്തോ പിന്നെ DBയോ എന്തോന്ന് പറഞ്ഞോ, നമുക്കിതിനെപ്പറ്റി ശാസ്ത്രീയമായി പറഞ്ഞു തരാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവർ പറയുന്നത് കേട്ട് നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇവരൊരു വർക്ക് ഏറ്റെടുത്താൽ അത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും അയാളുടെ സംസാരത്തിൽ നിന്നും നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അത് നമ്മൾ ജസ്റ്റ് വീഡിയോന് വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെ ആവരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ട്. കാരണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം അവർക്ക് അതിനെ കൊണ്ട് ഗുണം ഉണ്ടാവണം. അവരൊരു ലൈറ്റ് ഇടുമ്പോൾ ആ കുട്ടികളന്ന് ചെയ്തതെന്നല്ലേ ദൈവമേ, അവർ നീ അനുഗ്രഹിക്കണേ എന്നൊരു വാക്കാലെ പറഞ്ഞാൽ മതി, നമുക്കത് മതി, അത് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ തട്ടിക്കൂട്ടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ആരെയാണ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനുള്ളത് അല്ലേ? നിങ്ങളാരെയും വിശ്വസിപ്പിക്കാനും ഇതിനൊന്നും അല്ലല്ലോ. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എനിക്കറിയാം, ഈ ചെയ്യുന്ന കാര്യങ്ങളെയും വിമർശിക്കാനും ഇതാക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഏറ്റവും നമ്മൾ ഒരുപാട് മക്കളുടെ കല്യാണം നടത്തിയിരിക്കുക, പക്ഷേ ഇങ്ങനൊരു കാര്യം ആരും ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു മൊമെൻറ്റ്സാണ് ഇതൊക്കെ. കാരണം നമ്മൾ അത്രയ്ക്കും ആവശ്യമുള്ള ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഒരാളെങ്കിലും സഹായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിച്ചാൽ അതിനുത്തരം അത് ഞാനാണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തോന്നും. ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോടാണ് കേട്ടോ നന്ദിയും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉള്ളത്. കാരണം ഞാൻ പറയും നിസ്സഹായനാണ്. ഒറ്റയ്ക്ക് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ നിങ്ങളോട് പറയാമെന്നുള്ളതാണ് ഏക ആശ്വാസം. അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചേർത്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എന്താ പറയണ്ടേ. ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ പെയിൻറ്റ് ചെയ്യാനൊക്കെ റെഡിയാന്ന് പറഞ്ഞൊക്കെ കുറേ പേര് വിളിച്ചിക്ക്. ഞാൻ 2-3 പേരുടെ നമ്പറൊക്കെ സേവ് ചെയ്ത് വെച്ചിക്ക്. അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ ഇപ്പം ബ്രോ വന്ന് നാളെ ഇപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് കേട്ടോ. അത്രയ്ക്കും പവർഫുള്ളാണ് നമ്മളെ സോഷ്യൽ മീഡിയ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വീട് പല സ്ഥലത്തും തേച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചാക്ക് സിമൻറ്റ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി വരുമല്ലോ. തേക്കാനുള്ള ആൾക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയുമാണ്. ജോലി ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാർ. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ല. ബാക്കി വയറിങ്ങിൻ്റെതും പിന്നെ നിലത്തുള്ള കാർപ്പറ്റിൻ്റെയും അതല്ലാണ്ട് ടേബിളും പിന്നെ കട്ടിലും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നും ആയിട്ടില്ല. കട്ടിലിൻ്റെ കാര്യമൊക്കെ ഞാൻ 2-3 ടീമിനോടൊക്കെ പറഞ്ഞിരിക്കുന്നില്ലാണ്ട് ഒന്നും ഫൈനലായിക്കില്ല. ഇനിയും കട്ടിലും കടക്കയും സ്പോൺസർ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിലും ഒരു ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം. ഇതിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നത്. നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം നമുക്ക് വേറെ എന്താണ് കിട്ടാനുള്ളതില്ലേ. അപ്പോൾ ആയിക്കോട്ടെ, ഇനി തുടർന്നുള്ള ഓരോ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. ഇവിടുത്തെ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് ജസ്റ്റ് എന്താ പറയുക, ഇവർക്ക്
പിന്നെ ഒരു ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ ഉള്ളൊരു ഇതുവരെ ഇവരിങ്ങനത്തെ ഒരു വയറിങ് കാര്യങ്ങൾ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും പിന്നെ ഒന്നും ഹോൾഡറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇവർ യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇവർ കട്ടയ്ക്ക് 2-3 ദിവസം കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഇവിടെ വന്ന് ഒറ്റൊരു ദിവസം കൊണ്ട് വർക്ക് തീർത്ത് തരാമെന്ന് പറഞ്ഞെങ്കിൽ എത്ര ഡേ ആൻഡ് നൈറ്റ് നിന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അജ്മൽ ബ്രോനോടും ഈ അനിയന്മാരോട് എല്ലാവരോടും കൂടി അറിയിക്കുകയാണ്. അനിയനും അളിയനും ഒക്കെ ഉണ്ട്. ഇവരുടെ ആ മനസ്സ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്നുള്ളത് മറ്റൊരു സത്യം. ഞാൻ ഇതുവരെ മൂപ്പരൊന്നും കണ്ടിട്ടില്ല. മടവൂർ മുക്കിലാണ്, അവിടെ തന്നെയാണ് വീട്. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു കൂടിക്കാഴ്ച ആവട്ടെ. ഇത്തരം നല്ല നല്ല ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇവരോടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ തുടർന്ന് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിക്കണം. ഇങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാരാണ് നമ്മൾ എന്തോ അവർക്ക് ചെയ്തു കൊടുക്കണം. കാരണം അവർ വേറൊരാളുടെ വേദനയിൽ അത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മൾ മടവൂർ മുക്ക് ഏരിയയിലൊക്കെ വർക്കൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവർക്ക് കൊടുക്കണം കേട്ടോ. ഇവർക്ക് വർക്ക് കിട്ടാത്ത വിഷയമൊന്നുമില്ല, വർക്കിന് പോകാൻ പറ്റാത്ത വിഷയമേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ പറയാണ്, അത്രയും നല്ലൊരു ആൾക്കാരാണ്, നല്ല മൈൻഡുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും പരിചയപ്പെട്ടതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഇവരെ ഈ രാത്രി പോലും നോക്കാണ്ട് ഏകദേശം 11:30 മണിയാക്കി ഞങ്ങൾ തിരിച്ച്. 11:30 ഒന്നും അല്ല കേട്ടോ, ചായയെല്ലാം കുടിച്ച് വരുന്ന വഴിക്കൊരു ചായയെല്ലാം കുടിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. ഞാനന്ന് 2 മണിക്കാണ് രാത്രി ഉറങ്ങിയത്. അപ്പോൾ അത്രത്തോളം ലേറ്റായിരുന്നു. പക്ഷേ ഇവർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തിരിച്ച് പിന്നെ വർക്കിന് പോകേണ്ടതാണ്. അപ്പോൾ ആ ഒരു സീനൊന്നും ഇവരെ മൈൻഡിലില്ല കേട്ടോ. എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക് തീർക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവർ വന്നത്. അപ്പോൾ ആയിക്കോട്ടെ, നമുക്കിനി അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് കാണാം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.